ഒരു ആനക്കുട്ടി എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്തൊരു രഹസ്യം പറഞ്ഞു. ഇത് ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നൊന്ന് ഹിമാലയത്തിലെ ദർശനം, മേഘങ്ങൾ മാറി ആകാശത്തൊരു ദർശനം കണ്ടു. ഇത് രണ്ടും പെട്ടെന്ന് സൈഡിൽ നിന്ന് എന്നോട് ആരോ സംസാരിച്ചത് ഞാൻ കേട്ടു. ഞാൻ മാത്രം കേട്ടതാണെങ്കിൽ തോന്നലായിരുന്നേനെ, അപ്പുറത്തിരിക്കുന്ന ആളും കേട്ടു. പക്ഷേ അന്ന് രാത്രി ഞാൻ അതേ റൂമിൽ ഉറങ്ങാൻ കിടന്നു. ഞാൻ അതെൻ്റെ തോന്നലായി മാത്രം വിചാരിച്ചു. അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമോ? അവരുമായിട്ട് ബന്ധമുള്ള ഒരു പ്രേതാത്മാവാണ്. അതേ മുറിയിൽ ഞാൻ ഒരാൾ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. പഴയ ബിൽഡിംഗ് ആണ്. ഈ എയർകോളത്തിൻ്റെ സൗണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ റൂമിൽ എനിക്കൊന്ന് ഞാൻ ഒരു 3 വർഷം താമസിച്ചിട്ടുണ്ട്. എനിക്ക് ഭയമൊന്നും തോന്നിയിട്ടില്ല. അതെന്താണ്? അങ്ങനെയാണോ? ശരിക്കും ദൈവമുണ്ടോ? മേഘയ്ക്ക് ദൈവമുണ്ടോ? ഒരു വിശ്വാസമല്ലേ ഇതെല്ലാം? ഏതാണ് വിശ്വാസം? സുഖമാണോ എന്ന് ചോദ്യത്തിന് അർത്ഥമുണ്ടോ? എന്താണ് സുഖം? നമ്മൾ അറിയുണ്ടോ? എന്താണ് സുഖം? കാമം, പ്രേമം ഇതെല്ലാം വേറെ വേറെ തന്നെയല്ലേ? കാമം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളാൽ ആകർഷിക്കപ്പെടുകയും, വിവാഹം എന്നൊരു കാര്യം ചെയ്യേണ്ടതില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു കുഞ്ഞുണ്ടാകാൻ. അപ്പോൾ നമുക്കൊരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ. ആ അധർമ്മഭാരതം എന്ന് പറയുന്ന പുസ്തകത്തില് ദൈവമുണ്ടോ എന്നുള്ളത് പരക്കെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. പലർക്കും സംശയമാണ്. ഇല്ല എന്ന് പറയുന്നവരുണ്ട്, ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട്. ശരിക്കും ദൈവമുണ്ടോ? മേഘയ്ക്ക് ദൈവമുണ്ടോ? ഒരു വിശ്വാസമല്ലേ ഇതെല്ലാം? ഏതാണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ശ്വാസം അല്ലേ? അതിലൊരു ശ്വാസമുണ്ട്. ശ്വാസം എന്ന് പറയുന്നതാണ് പ്രാണൻ. നമ്മുടെ ശരീരമാകുന്ന ജീർണിച്ച്, ശരീരത്തിൻ്റെ അർത്ഥം എന്താണ്? ജീർണിച്ച് നശിച്ചു പോകുന്നത്, ജീർണിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ പഴയ ഫോട്ടോ കണ്ട ആൾക്കാർ ഞാൻ ഇപ്പോൾ പഴയ സുനിൽ പരമേശ്വരനാണെന്ന് പറയില്ല. നമ്മളെപ്പോഴും നടന്ന് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. നമ്മൾ പോകുന്നത് മരണത്തിലേക്കാണെന്നും മരണം എന്നുള്ളത് ശാശ്വതമായ സത്യമാണെന്നും ആ മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രമാണ് ജീവനുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതും അല്ലേ? നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഈ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണെന്നും അല്ലേ? ഈ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. നമ്മളെ തിരിച്ചറിയുന്നതാണ്. നമ്മളെപ്പോഴും സുഖമാണോ എന്ന് ചോദ്യത്തിന് അർത്ഥമുണ്ടോ? എന്താണ് സുഖം? നമ്മൾ അറിയുണ്ടോ? എന്താണ് സുഖം? വേഗം പറയൂ, എന്താണ് സുഖം? സുഖം എന്ന് പറയുമ്പോൾ പറയൂ, അതിൻ്റെ അർത്ഥം പറയൂ. സുഖം വിശ്വാസമില്ലല്ലോ. ഒരു സുഖം കിട്ടും, അങ്ങനെ ഒരു സുഖം. അത് കുറച്ച് കഴിഞ്ഞാൽ വെയിലും ചൂടാവൂലേ? കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറയുന്ന മനസ്സിൻ്റെ ശാന്തിയാണ്. ശാന്തി കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ ജഡാവസ്ഥയിലാകുമ്പോൾ. അത് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല, അറിയില്ല. ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ജഡാവസ്ഥയിലായി. ജഡം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, സുഖമാണോ സ്വാമി? ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസം കൂടെ കഴിയും. അപ്പോൾ ജഡമായിട്ട് കിടക്കുമ്പോൾ നമ്മളറിയില്ല. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും സുഖമാണോ ഇല്ലയോ. മനുഷ്യൻ്റെ അവസ്ഥ, ഈ ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, മേഘയ്ക്ക് ദൈവവിശ്വാസമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വിചാരണമാണ്. അമ്മയ്ക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. അമ്മ അമ്പലത്തിൽ പോവില്ലേ? പള്ളിയിൽ പോകും. അല്ല, എവിടാന്ന് വെച്ചാൽ വിശ്വാസമുള്ള അമ്പലമോ പള്ളിയോ ഏത് വിശ്വാസത്തിലാണ്? ബൈബിള് വായിക്കൂലേ? വായിക്കും. അപ്പം ആ അമ്മയുടെ വിശ്വാസത്തിൽ നിന്നുണ്ടായതാണ് വിശ്വാസം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ മകള്. അവിടെ വിശ്വാസം ഉണ്ടായി. ആ വിശ്വാസത്തിൻ്റെ ഒരു അംശം എന്താണ്? അമ്മയുടെ രക്തം, അമ്മയുടെ XY ക്രോമസോം എന്ന് പറയുന്ന ശാസ്ത്രം, അമ്മയുടെ അച്ഛൻ്റെ ബീജത്തിൽ നിന്ന് ഉണ്ടായതാണ് നമ്മൾ. അപ്പോൾ ആ വിശ്വാസം അപ്പുറത്ത് നമ്മുടെ മാതൃ എവിടെയാണ് കിടന്നത്? ആ ഗർഭപാത്രത്തിൻ്റെ ശ്വാസം ശ്വസിച്ചത്, ആ പുക്കൾക്കൊടി എന്താണ്? അമ്മയുടെ സകലതും ഇങ്ങോട്ട് ഊറ്റിയെടുത്തത്, അമ്മയുടെ മടിയിലിരുന്ന് മുലപ്പാൽ കുടിച്ചത്. നമുക്ക് ഈ കണ്ടേക്കുന്ന ഈ ശരീരത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും എവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു? വിശ്വാസമുള്ള, ദൈവത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരമ്മയിൽ നിന്ന്. അപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ വിശ്വാസം അതിൽ നിന്ന് ബാക്കിയല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. കുഞ്ഞുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു സൃഷ്ടി അപ്പുറത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് സന്താനങ്ങളില്ലാതെ വരുമ്പോൾ ആ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് എടുക്കണം. ഇപ്പോൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി, ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാത്ത ആളാണ്. ഞാനൊരു ക്ഷേത്രം പണിയുന്നുണ്ട്, അവിടെ പോയിരിക്കും. അവിടെ കിട്ടുന്ന ഫലം അവിടെ തന്നെ കൊടുക്കും, അവിടെ തന്നെ പണിയും. അതൊരു കർമ്മമാണ്. നശിച്ചു പോകുന്നൊരു ക്ഷേത്രം പണിയുന്നു അല്ലേ? ഇപ്പോൾ ബൈബിള് വെച്ച് ഞാൻ ഫലം പറയും. എന്താണ്? കടമുറ്റത്തച്ഛൻ്റെ ഒരു കല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കല്ല് വെച്ച് ഞാൻ ഫലം പറയും. ആ കല്ലൊന്നും തരില്ല, അതിൽ കുരിശുണ്ട്. പക്ഷേ അതിനേക്കാൾ ഊർജം എനിക്കത് കണ്ടെത്താനായിട്ടുള്ള ഊർജ്ജം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണ്ട, ജപിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. എല്ലാം 60 വയസ്സ് വരെ ചെയ്ത് ഞാൻ നിർത്തിയ പരിപാടി.
അപ്പോൾ ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എങ്ങനെ അതിവിടുന്ന് കിട്ടും? ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളായി അനുഭവിച്ചു വന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ ഒരു ശുദ്ധി ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടാവും. അതിന് അമ്പലത്തിൽ പോണ്ട, പള്ളി പോവും. കുറേ നാളായി പോയിട്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അല്ല, അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും. ഇപ്പോൾ എത്ര വയസ്സായി? 27. അതൊക്കെ ഒരു സമയമായോ? 27 വയസ്സൊരു പ്രായമോ? നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ദൈവത്തെ വിളിച്ചേ പറ്റൂ. മനസ്സിലല്ലേ? കാരണം നിരീശ്വരവാദികളായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്, പരീക്ഷിക്കാൻ വരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ കോട്ടൊക്കെ ഉരി വെച്ച് മറ്റേക്ക് ഉരി വെച്ചിട്ട് ഒരു പാൻറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ചില തിരുമേനിമാർ വരും, ചില ജ്യോതിഷ പണ്ഡിതന്മാർ, ചില ഉപാസകന്മാർ. എനിക്ക് മനസ്സിലാവും, നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കുഴപ്പമില്ല. അറിയാവുന്നവന് മാത്രമേ കുഴപ്പമുള്ളൂ. ഇത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന്. ഒന്നും അറിഞ്ഞുകൂടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തും സംസാരിക്കാം. 27 വയസ്സുള്ള മേഘയുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ദൈവത്തെ വിളിക്കണമെന്നോ ദൈവത്തെ വിളിക്കേണ്ടെന്നോ പറയണ്ട. പക്ഷേ നിങ്ങളുടെ അമ്മ നിങ്ങളെയും കൂടെ ദൈവത്തെ വിളിച്ചാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൂര്യൻ്റെ ശക്തി കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ജനനം. എപ്പോഴും സമയമാണോ? 11:10 തോന്നുന്നു. എപ്പോഴും രാവിലെ. സൂര്യൻ്റെ ശക്തി 12 മണി കഴിയണ്ടേ? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ തന്ത്രശാസ്ത്രങ്ങളിൽ നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത്, ഞാൻ വേളാങ്കണ്ണി പോയി ഒരു പ്രാവശ്യം. വേളാങ്കണ്ണി പോയപ്പോഴത്തേക്ക് ഞാൻ ടീച്ചറോടെ പോയി. എന്താണെന്ന് അറിയണമല്ലോ, അവിടെ വേളാങ്കണ്ണിയിൽ ഒരുപാട് പേര് പോകും. അവിടെയുണ്ട് അനുഗ്രഹം, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ദൈവികമായിട്ടുള്ള ശക്തികൾ. ഇതൊക്കെ നമ്മൾ വേണ്ടാന്ന് പറയാനുള്ള ഊർജ്ജം എവിടുന്ന് കിട്ടി? ഈ നാവ് ഒരു കുഴപ്പമില്ലാതെ ഒരു മനുഷ്യനെ ഒരു അംഗവൈകല്യവും ഇല്ലാതെ എടാന്ന് വിളിക്കുമ്പോൾ പോടാന്ന് പറയാനും ഇതാണ് ശരിയെന്ന് പറയാനുമുള്ള ബുദ്ധി എവിടുന്ന് കിട്ടി? 114 ഗ്രാമുള്ള ഒരേ സമയം ഒരു സെക്കൻഡ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ചിന്തിക്കാനുള്ള ഊർജ്ജം ഈ കയ്യിലിരിക്കുന്ന ഒരു 114 ഗ്രാമുള്ള തലച്ചോറിൽ നിന്ന് നമ്മുടെ ചിന്തയിലൂടെ, നാവിലൂടെ വാക്കുകൾ പുറത്തുകൊണ്ടുവരികയും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അവർ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി, അവരെന്ത് ദൈവത്തെയാണോ വിളിക്കുന്നത് ആ ദൈവത്തിൻ്റെ ശക്തിയിലാണ് ബാഗ് വന്നിരുന്നത്. ഇതൊന്നുമില്ല, എനിക്കൊന്നും വിശ്വാസമില്ല എന്ന് പറയണത്. അത് ഞാൻ ഇവിടെ എടുക്കില്ല. ശരി. അപ്പോൾ ഈ കാമം, പ്രേമം ഇതെല്ലാം വേറെ വേറെ തന്നെയല്ലേ? കാമം എന്ന് പറയുന്നത് മറ്റൊരാളാൽ ആകർഷിക്കപ്പെടുകയും അവൻ്റെ ബോധത്തിൽ, തലച്ചോറിലാണ് കാമാവസക്ത. നഖം, ബ്രെയിൻ എന്ന് പറയുന്നത് ഉരുണ്ട നാഗങ്ങളാണ്. അത് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആ നാഗങ്ങൾ ഉണരും, അതെങ്ങനെയാണ് ഭണമുയർത്തും. അപ്പോൾ എന്താ, അവൻ്റെ വികാരങ്ങൾ ഉണരും. ആ വികാരങ്ങൾ ശരീരത്തിലൂടെ അത് പുറത്തേക്ക് പോകുമ്പോൾ അവൻ ഏത് സ്ത്രീ യോനിയിലാണോ പോകേണ്ടത്, അത് എവിടെ പ്രപഞ്ചത്തിലാണോ വീഴേണ്ടത്, അത് പുറത്താക്കപ്പെടുമ്പോഴാണ് അത് കാമാസക്തി, കാമത്തിൻ്റെ ആസക്തിയായിട്ട് മാറുന്നത്. ശരി. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നത്, ഈ കല്യാണം എന്നൊരു, വിവാഹം എന്നൊരു കാര്യം ചെയ്യേണ്ടതില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, ഒരു കുഞ്ഞുണ്ടാകാൻ. അപ്പോൾ വിവാഹത്തിന് മുൻപ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഇതിലെല്ലാം തെറ്റുണ്ടോ? അത് രണ്ടുപേരുടെ തമ്മിലുള്ള വ്യക്തിത്വത്തിനെ ആശ്രയിച്ചാണ്. എൻ്റെ അടുത്ത് അവൻ്റെ ഒരു കുട്ടിയെ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാന്തല്ലൂരിരിക്കുമ്പോൾ, എൻ്റെ നല്ല ചെറുപ്പകാലമാണ്, എൻ്റെ ദാമ്പത്യമൊക്കെ തകർന്നിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ അന്വേഷിച്ചു വന്നു. സ്വാമിയുടെ ഒരു കുട്ടിയെ എനിക്ക് വേണം. ഞാൻ ഒരെണ്ണത്തിനകത്തൊരു കുട്ടി എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ 2ാമത്തെ മകൻ ആദ്യ വിവാഹത്തിലുള്ള കുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ആ പുസ്തകത്തിൽ ആ കുഞ്ഞിനെക്കുറിച്ച് എഴുതിയിരുന്നപ്പോൾ ഒരു പെൺകുട്ടി, ലോറ എന്നാണ് അവളുടെ പേര്, അതിസുന്ദരി, അവൾക്കൊരു ഭൂതകാലമുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, നീ എനിക്കൊരു കുട്ടിയെ തരൂ, ഞാനൊരിക്കലും നീയാണ് അച്ഛനെന്ന് പറയില്ല എന്ന്. ഞാനത് എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ജാരസത്യത സൃഷ്ടിക്കാനോ ഞാൻ നിശ്ചലമായി പോകുന്നതാണ്. കാരണം ഒരു കുട്ടി വേണം, എന്തിനു വേണ്ടിയിട്ടാണ്? അവൾക്ക് വേണ്ടിയിട്ടല്ല. കാരണം എൻ്റെ ദുഃഖം, എനിക്കെൻ്റെ മകനുമായിട്ടുണ്ടായിരുന്ന ആത്മബന്ധം, അവൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേറ്റ മുറിവ്, ആ വേദനയ്ക്ക് പരിഹാരമായിട്ടാണ് അവൾ പറഞ്ഞത്, അല്ലാതെ അവൾക്കൊരു കുട്ടിയെ വേണ്ടിയിട്ടല്ല. മനസ്സിലായല്ലോ? നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും മഹാഋഷിമാരിൽ നിന്ന് ചെറുപ്പക്കാരികൾ, പെൺകുട്ടികൾ, കുട്ടികളെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു, കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു കാലം. ആ കാലമൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നല്ല കാലം, ഒരു വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നല്ല യുവതികളായുള്ള പെൺകുട്ടികൾ സന്യാസിമാരെ ശുശ്രൂഷിക്കുകയും അവരിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നായിട്ട് കേട്ടിട്ടുണ്ട്. എന്ന് വിചാരിച്ച് നാളെ ഇതിൻ്റെ താഴെ വന്ന് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? ഇപ്പോഴത്തെ ഇത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം, ഞാനത് ആ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഒരാളുമായിട്ട് ഒരു കുഞ്ഞെന്ന് പറയുന്നത്, കുട്ടികളെന്ന് പറയുന്ന ദൈവത്തിൻ്റെ അവതാരങ്ങൾ. 5 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് ഞാനൊരു പെൺകുട്ടി, ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു.
ആ പെൺകുട്ടിക്ക് ഒരു മയിൽപീലിയോടെ വെച്ച് കൊടുത്താൽ അത് കൃഷ്ണനാണ് സാക്ഷാൽ. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്തിനാണ് വന്നത്? ഡോക്ടറെ കാണാൻ വന്നതാണ്. നിങ്ങൾ വളരെ കാലം അവരിപ്പോഴും ഉണ്ട്, നിങ്ങൾ കൃഷ്ണനെ വഹിച്ചുണ്ടായതാണ് ഗുരുവായൂർ. അതെ, സമയമായി കേട്ടോ പോകാനുള്ളത്. 90 ദിവസം കഴിഞ്ഞപ്പോൾ അത് പോയി എൻ്റെ അടുത്ത് വന്നില്ല. ഇവരെൻ്റെ വീടിൻ്റെ അടിയിൽ വന്നിട്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ അവതാര പുരുഷന്മാരെ ഒരു ഭഗവാനെയൊക്കെ തന്നെ, പിന്നെ കൃഷ്ണ ഭഗവാന്റെ കാര്യത്തിനകത്ത് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കുട്ടികൾ ജനിക്കുന്നത്. കാരണം ഭഗവാനെ ഭജിച്ച് ഈ ദമ്പതിമാരിൽ പെൺകുട്ടികൾ ഒരുപാട് ശ്രീകൃഷ്ണ ഭഗവാനെ ചേർത്ത് പിടിക്കും. കാരണം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെയൊക്കെ ദാമ്പത്യത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്നു. കാരണം അവർ ആ ഭൗതികതയിൽ നിന്ന് വിട്ടുപോകുന്നു. ആ ഭൗതികമായിട്ടുള്ള ഒരു ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുമ്പോൾ കൃഷ്ണപ്രതിമയിലേക്ക് അവരുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ ഇവിടുത്തെ ബന്ധത്തിന് വിള്ളലുണ്ടാകുന്നു. അത് കൃഷ്ണൻ്റെ പരീക്ഷണങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊന്നും എനിക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതെൻ്റെ ഒരു വലിയ പഠനമാണ്. എനിക്കത് വലിയ അത്ഭുതമാണ്. കാരണം ഭഗവാൻ കൃഷ്ണനെതിരായിട്ട് ഇപ്പോൾ ഞാൻ അധർമ്മഭാരതം എന്ന പുസ്തകത്തിനകത്ത് അധർമ്മങ്ങൾക്ക് വേണ്ടി നിന്ന ആളാണെന്ന് പറഞ്ഞ് എഴുതി. അവസാന നിമിഷം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പുസ്തകം എങ്ങനെ പുറത്തിറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ വെളുപ്പിനൊരു 3 മണിയായപ്പോൾ ഞാൻ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറക്കുകയും ഒരു ആനക്കുട്ടി എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് എൻ്റെ അടുത്തൊരു രഹസ്യം പറഞ്ഞു. ഇത് ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. പിന്നൊന്ന് ഹിമാലയത്തിലെ ദർശനം, മേഘങ്ങൾ മാറി ആകാശത്തൊരു ദർശനം കണ്ടു. ഇത് രണ്ടും എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ. ആ അധർമ്മഭാരതം എന്ന് പറയുന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജ് വരെ ഞാൻ ഭഗവാൻ കൃഷ്ണനെതിരായിട്ടാണ് ആ പുസ്തകം എഴുതിയേക്കുന്നത്. അവസാനത്തെ ഒരൊറ്റ പേജാണ് ആ പുസ്തകത്തെ ഹിറ്റാക്കിയേക്കുന്നത്. 5-6 പതിപ്പായി. അപ്പം നമ്മളുടെ ശരികളല്ല, നമുക്കറിയാത്ത ഒരു ശരികളുണ്ട്. നമ്മൾ ഇതൊക്കെയാണ് തെറ്റ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദിഗംബരൻ, അനന്തഭദ്രത്തിലെ ദിഗംബരൻ, എൻ്റെ ശരികൾ എൻ്റെ മാത്രം ശരികളാണ് എന്ന് നമ്മൾ വിചാരിച്ചിടത്ത് തെറ്റുണ്ടാകും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാലം. ഇതെല്ലാം നമ്മളെ കാലം ബോധ്യപ്പെടുത്തുന്നതാണ് എല്ലാം. ഓക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ആദ്യം താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലാണ്. ആ ഫ്ലാറ്റിൽ ഞാൻ ഒരാളുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സൈഡിൽ നിന്ന് എന്നോട് ആരോ സംസാരിച്ചത് ഞാൻ കേട്ടു. ഞാൻ മാത്രം കേട്ടതാണെങ്കിൽ തോന്നലായിരുന്നേനെ, അപ്പുറത്തിരിക്കുന്ന ആളും കേട്ടു. പക്ഷേ അന്ന് രാത്രി ഞാൻ അതേ റൂമിൽ ഉറങ്ങാൻ കിടന്നു. ഞാൻ അതെൻ്റെ തോന്നലായി മാത്രം വിചാരിച്ചു. അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമോ? അത് നമ്മളല്ല വിഷയം. ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആളില്ലേ, വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നില്ലേ, അവരും അത് കേട്ടില്ലേ? അതെ, അവരുമായിട്ട് ബന്ധമുള്ള ഒരു പ്രേതാത്മാവാണ്. നമ്മളല്ല ബന്ധം, നമ്മൾ അതിൻ്റെ ഒരു മീഡിയ മാത്രമാണ്. നമ്മളിലൂടെ ഒരു കണക്ഷൻ അവർക്കുണ്ടായിരുന്നു, ഒരു ദർശനം ഉണ്ടായേ പറ്റൂ. അത് അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ മറ്റതാരാണെന്ന് കണ്ടെത്താൻ പറ്റും. ശരി, അതേ മുറിയിൽ തന്നെ ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന നമ്മളതിനകത്തൊന്നുമല്ല, നമ്മളിങ്ങനെ പിടിക്കുന്ന ഒരാൾ മാത്രമാണ്. കേട്ടില്ലേ മറ്റേ ആൾ പുറകെ നിൽക്കുന്ന ഒരാൾ നമ്മളിലൂടെ മറ്റാളിലേക്ക് കടന്നു ചെന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത്. അതേ മുറിയിൽ ഞാൻ ഒരാൾ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. പഴയ ബിൽഡിംഗ് ആണ്, ഈ എയർകോളത്തിൻ്റെ സൗണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ റൂമിൽ എനിക്കൊന്ന് ഞാൻ ഒരു 3 വർഷം താമസിച്ചിട്ടുണ്ട്. എനിക്ക് ഭയമൊന്നും തോന്നിയിട്ടില്ല. അതൊരു ബിൽഡിങ്ങിൻ്റെ കോളമാണ് അല്ലെങ്കിൽ പൈപ്പിലൂടെയുള്ള സൗണ്ടാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതെന്താണ്? അങ്ങനെയാണ്, മറ്റൊന്നുമില്ല. ഞാൻ തർക്കിച്ച അല്ല, മറ്റൊരു സൈഡ് ഉണ്ടോ എന്ന് അറിയാനുള്ള നമ്മൾ കേട്ടതില്ലേ, നമ്മളെ ശ്വാസമല്ല, അത് മറ്റാളുടെ ശ്വാസമാണ്. അത് സ്വയം ചിന്തിക്കണം, അത് എൻ്റെ ശ്വാസമല്ല പിന്നെ ആരുടെയെന്ന്. അത് മൂന്നാമതൊരാളല്ല പറയണ്ടേ. മറ്റൊരു ഒരു ശ്വാസം കേട്ടോ, കേട്ടിരുന്നു. ഞാൻ പലരെയും റൂമിൽ കൊണ്ടുവന്ന് കേൾപ്പിച്ചിട്ടുണ്ട്, കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളല്ലാതെ വേറൊരാളുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താണോ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് അതൊക്കെ ഉണ്ടെന്ന് നമ്മളെ ചെറുതായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നതാണ്.